ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളവ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്തെങ്കിലും ഒരു ജീവിതത്തിൽ കുറവുണ്ട് എന്നാൽ അത് ദൈവത്തിന് പ്രവർത്തിക്കാനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ഒരു വാതിലായിട്ട് നമ്മൾ കരുതണം. അല്ലെങ്കിൽ അതിനോർത്ത് നിരാശപ്പെടരുത്. കാര്യം ബൈബിളിൻ്റെ മുഴുവൻ സ്ട്രക്ചറിൽ ഞാൻ എപ്പോഴും അതിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുന്ന പൊതു നിലപാടുകൾ നോക്കും. രക്ഷാകരമായ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി ദൈവം കൈക്കൊള്ളുന്ന ഒരു പൊതു നയമുണ്ട്. അതിൻ്റെ അകത്ത് ആ നയത്തിൽ വരണതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇല്ലേ? ആ വചനം ആൾക്കാരുടെ ഇടയിൽ ഈ കാലത്ത് ഉടമ്പടി എടുത്തിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അവർ സാക്ഷ്യം പറയുമ്പോൾ ഈ വചനം കോട്ട് ചെയ്യും. കാര്യം എന്താണ്? മെറിറ്റ്സിൽ അവരവലംബിച്ചിരുന്നെങ്കിൽ അവരൊന്നും ഒരിടത്തും എത്തത്തില്ലായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും പവർഫുള്ളാണ് വചനമെന്ന് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്ന വചനം ഇതാണ്: നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ യോഗ്യത ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പിന്നാക്കം പോവുകയോ അതിന് ശ്രമിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ സാമ്പത്തികമായ കടങ്ങളാകാം, നമുക്കത് പരിഹരിക്കാനുള്ള മാർഗമില്ലാത്ത അവസ്ഥയാകാം, നമ്മളാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാകാം. അപ്പം സഹായിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടെന്ന് ഉള്ളത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ബൈബിള്
നമുക്ക് വേണ്ടി വെളിപാട് കൊണ്ടിരിക്കണത്. അതാണ് ബൈബിൾ പറയണത്, നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിലെന്ന്. സങ്കീർത്തനം 121:1-2 വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പം സഹായം എന്നുള്ള വിഷയം, ഉടമ്പടി എപ്പോഴും നോക്കണത് ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള സഹായത്തെയാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. ആ സഹായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്. എങ്ങനെ വെച്ചാൽ, നമ്മുടെ ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാന വചനം ഉണ്ടല്ലോ, അതായത് എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പം ഇത് നേടിയെടുക്കണത് കൊണ്ട്, അതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച് റാങ്ക് വാങ്ങിക്കത്തില്ല, അത് മെറിറ്റ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോഡൻ്റെ അടുത്ത് വന്നതിൻ്റെ വെച്ചാൽ, ഞാൻ സെക്കൻഡ് റാങ്ക് എൻ്റെ ഫസ്റ്റ് റാങ്കാൻ പറ്റില്ല, ഞാൻ വിഷയം മറന്നുപോയി, പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. PSC ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കുകാരത്തിയാണ്, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അതല്ല പ്രശ്നം, ഇപ്പം ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നുവെന്ന്. അപ്പോൾ ഈ ലിസ്റ്റ് ഈ ഇലക്ഷനിൽ, പുതിയ ഇലക്ഷൻ എടുത്ത് മന്ത്രിസഭ വരുന്ന മുമ്പ് തന്നെ അതിനെ കാലഹരണപ്പെട്ടു പോകും. അപ്പോൾ മെറിറ്റ്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു മെറിറ്റ്സിലാണ്. ഇപ്പോൾ റാങ്ക് എന്ന് പറയുമ്പോൾ മെറിറ്റ്സ് അല്ലേ. അപ്പം മെറിറ്റ് ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ യോഗ്യതകൾ കാലഹരണപ്പെടാം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, ഗ്രേസിൽ അവലംബിക്കേണ്ട കാര്യം ഇതാണ്. അതിന് കാലഹരണപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എപ്പോഴായാലും നമുക്ക്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ഉടമ്പടി സാക്ഷികൾ ആ ടൈപ്പാണ്. വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല, കിട്ടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കർത്താവ് അവളെ അക്കോമഡേറ്റ് ചെയ്യും ആ ഒരു ജോലിക്ക് വേണ്ടി. പക്ഷെ അവരെല്ലാം ചെയ്യണൊരു കാര്യം, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും കാർക്കശ്യമായി പെരുമാറണമെന്നറിയാവോ? എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വിചാരിക്കും, അത് കുറച്ച് നമ്മൾ പരിശ്രമിക്കേണ്ടി വരും, അപ്പോൾ പരിശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ മെറിറ്റിൽ ഉള്ള കാര്യങ്ങളാണത്. അപ്പം അങ്ങനെ വരുമ്പോൾ മിക്കവാറും അത് പരിശ്രമിച്ചാലും കിട്ടാതെ വരും. എന്താ കാര്യം? അവിടെ നിന്നൊരു ദൈവത്തിൻ്റെ ഒരു സ്പേസ് അവിടെ ഇല്ല. ദൈവത്തിൻ്റെ സ്പേസ് ഇപ്പം നമ്മൾ ഓരോരുത്തരെയൊക്കെ ഈ യുദ്ധത്തിൽ ഓരോരുത്തർ മരിക്കുമ്പോൾ എലിമിനേറ്റർ എന്ന് എഴുതി കാണിക്കത്തില്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്പേസ് പലപ്പോഴും നമ്മൾ തന്നെ എലിമിനേറ്റ് ആയി കളയും, വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഉടമ്പടിയിൽ താമസം വരണത്. നിങ്ങളൊരു വിഷയം, ഒരു വിശ്വാസത്തിൽ ഞാൻ പലപ്പോഴും ചെയ്യണത്, ഉടമ്പടിയിൽ എപ്പോഴും എല്ലാവർക്കും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. സത്യസന്ധമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസം സത്യസന്ധമായിരിക്കണം. സത്യസന്ധമായ ആൾക്കാർക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരിങ്ങനെ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, അവരിങ്ങനെ ദൈവത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അവർ ടെസ്റ്റ് ചെയ്ത് അവർ തന്നെ വീണ്ടും അവതാളത്തിലാക്കിയുള്ളൂ. മറിച്ച് ചില ആൾക്കാർ തങ്ങളുടെ സത്യസന്ധതയോട് തന്നെ ഉടമ്പടിയിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ വിശ്വാസം സത്യമാണെന്ന് കണ്ടാൽ ദൈവം അവരെ സഹായിക്കും. അതുകൊണ്ട് ഒരിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജപ്തി നടപടിയായാലും അല്ലെങ്കിൽ മകൻ്റെ വിസ പുതുക്കി കിട്ടാത്ത വിഷയമായാലും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾ തോറ്റുപോയ വിസ ഇൻ്റർവ്യൂ തോറ്റുപോയ വിഷയമായാലും നിങ്ങൾ മനസ്സ് മടിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണിത്. എന്തെങ്കിലും ഒരു ഈടറവ് വന്നാൽ ഉടനെ മനസ്സും അടുത്തിട്ട്, മനസ്സ് മടുക്കുമ്പോൾ എന്ത് പറ്റും? പ്രാർത്ഥന നിങ്ങളെ കുറക്കും. പിന്നെ എന്തു ചെയ്യും? പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളെ കുറക്കും, പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കുറക്കും. അപ്പോൾ ഇത് ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയണതാണ്. എന്തെങ്കിലും ഒരു പരാജയം തട്ട് കിട്ടിക്കഴിയുമ്പോൾ
ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുക. പക്ഷേ നമ്മൾ തട്ട് കെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രേക്ഷിത പ്രവർത്തനം കുറയ്ക്കുകയോ ഈ ഒരു പ്രത്യേകിച്ച് പരാജയ കാലഘട്ടങ്ങളിലേ ഒരിക്കലും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കുറയ്ക്കരുത്. പരാജയ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ദൈവത്തോടുള്ള ഉപവിപ്രവർത്തനങ്ങൾ കുറയ്ക്കരുത്. അങ്ങനെ കുറക്കാതെ വരുമ്പോൾ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ സത്യവിശ്വാസമായിട്ട് എടുക്കും. കാര്യം അല്ലെങ്കിൽ നമുക്ക് വേറെ തിരിച്ചു പറയാനാണെങ്കിൽ ഈ നിങ്ങളുടെ വിശ്വാസം സത്യവിശ്വാസമാണെന്നറിയണത് പരാജയ കാലഘട്ടങ്ങളാണ്, വിജയകാലഘട്ടങ്ങളല്ല. ഇനി നിർഭാഗ്യവശാൽ 50% മനുഷ്യരും പരാജയ കാലഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം കാരണം വീണ്ടും പരാജയപ്പെട്ടു പോണത് കാണാം. അവിടെയാണ് ബുദ്ധി വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിന് നമുക്ക് സ്നേഹം മാത്രം പോരാ, ബുദ്ധി കൂടി വേണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിനെല്ലാം ഒരു ബുദ്ധി വേണം. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഗോപുരം പണിയാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ ഒക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെയാണ് ദൈവമായിട്ടൊരു ഡീലും അങ്ങനെയാണ്. ആൾക്കാർ ദൈവമായിട്ടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് സാക്ഷ്യപ്പെട്ട ജീവിതം തുടങ്ങും, പക്ഷെ ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫോഷനായ മനുഷ്യനെന്നാണ് വിളിക്കണത്. ഉടമ്പടി തന്നെ എടുത്തിട്ട് നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അത് കാറ്റഗറൈസ് ചെയ്യണത് നിങ്ങളെ ഫോഷനായ മനുഷ്യനാണ്. അപ്പം നിങ്ങളെ പുതുക്കുമ്പോഴും ഈ നിങ്ങളുടെ ആ ഗ്രേഡ് എപ്പോഴും നോക്കണം. ഗ്രേഡ് ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പത്രം കൊടുക്കാൻ മടിയുള്ളവർ ഈ പേടിച്ചിരിക്കുന്ന ഒരു കൈപൊക്കാവോ? റൈറ്റ്, പ്രൈസ് ദി ലോർഡ്. അവർക്കുള്ള മെസ്സേജാ. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിക്കും. ഞാൻ കാറൊക്കെ മാറ്റി എടുത്തിട്ട് ഇവിടെ ഞാൻ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം നിൽക്കുമോ ഇവിടെ? നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറി കേട്ടോ. നിങ്ങൾക്കിത് വായിക്കാൻ തോന്നിയ ഇതിൽ കുറേ സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം കൂടും. ഇതൊന്ന് വായിച്ചു നോക്ക്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചോ, നാളെ വന്ന് ഞാൻ എടുത്തോളാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതുപോലെ ചിലവർ കരയുമ്പോൾ എന്താ വിഷമം നിങ്ങൾക്ക്? ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ ദൈവമുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട്, അത് എനിക്കറിയാം. അത് നിങ്ങൾ ഇത് വായിച്ചു നോക്കുക, ദൈവം കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ രീതിയിലാണ്
അത് നമുക്കൊരു ആഗ്രഹം വേണം, ആത്മാർത്ഥത വേണം. വെറുതെ ഈ ഇവിടെ 20 പത്രം 50 പത്രം വാങ്ങിച്ച് കൊടുത്ത് തീർത്ത് നോട്ടീസ് കൊടുക്കണ പോലെ പല ഗ്രോട്ടോ കോയമ്പത്തൂർ ഞാൻ പോകുമ്പോൾ, കോയമ്പത്തൂരില്ല ഗ്രോട്ടോയിലുണ്ടാകും. ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും പത്രം ഉണ്ടാകും. ഗ്രോട്ടോയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളിയിലാണ് പോകുന്നത്. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താൻ സാധിക്കും, അത് ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ ഉള്ളപ്പോൾ നമുക്കൊരു ദൗത്യം ദൈവം തന്നിരിക്കുക, ദൈവത്തെ അറിയിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നടക്കാനിറങ്ങുമ്പോൾ സമയം കിട്ടുകയല്ല, നടക്കാൻ പോകുമ്പോൾ കൊന്ത ഇങ്ങനെ വെച്ചിട്ട് നടക്കും. അപ്പോൾ 2 കാര്യമായി, നടത്തവുമായി പ്രാർത്ഥനയായി ദൈവമഹത്വമായി. കൊന്ത കുറേ പേര് കാണുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും പ്രവൃത്തിയിൽ ദൈവമഹത്വം വരാൻ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം വേസ്റ്റാക്കരുത്. എന്ത് ചെയ്താലും, എങ്ങനെ യാത്ര പോയാൽ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ച് ബൈബിളും എടുത്ത് കൈ വയ്ക്കുക. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ദൈവമഹത്വം, ദൈവത്തിന് റെസ്പെക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ദൈവമഹത്വം വരെയാ. ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും എന്നെ ആർക്കും അറിയില്ലെങ്കിലും 4 പേര് വന്ന് എന്നെ കൈ കൊടുക്കുമ്പോഴത്തേക്ക് എന്നെ അറിയാത്തവർ നോക്കുമോ ഇവനാരോ വലിയ ആളാണ്. ഈസ് ദി ലോർഡ്. ഞാൻ പറയണം, മനസ്സിലായ? ഞാൻ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും കൂടി എണീച്ച് നിൽക്കുകയാണ്. എന്നെ അറിയാത്തവർ ഒരു 100 പേരുണ്ട്, അറിയുന്നവർ ഒരു 10 പേര് ഓടി വന്നിട്ട് എണീച്ചിട്ട് എന്നെ കൈ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എനിക്ക് റെസ്പെക്റ്റായി. അറിയാത്ത 90 പേര് ഇതാരൊക്കെയാണ് അന്വേഷിക്കുക ഇതാരാണെന്ന്. അതുപോലെ ബൈബിള് കയ്യിലുണ്ട്. ഏത് സമയത്തും ആൾക്കാരൊക്കെ ഓട്ടം ബഹളം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നിരുന്നിങ്ങനെ ബൈബിളും വെച്ച് ജപമാലയും ചൊല്ലുമ്പോൾ ഇതെന്താണ് ഇത്രയും എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ഇവർ ജപമാല ഇതെന്തോ പ്രാർത്ഥന ചൊല്ലുണ്ട്. 100-ൽ ഒരാളെങ്കിലും നിങ്ങളോട് എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താ എന്ത് പ്രാർത്ഥനയാണ്, ഇതെന്താ ചെയ്യുന്നത്? അപ്പം നമുക്കൊരു അവസരം ലഭിച്ചു അവരോട് പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ, നമ്മൾ ഒളിഞ്ഞ് നിന്ന് നോക്കി കൊന്ത കഴുത്തിലുണ്ടാ അവർക്ക് കൊണ്ടുപോയി പത്രം കൊടുത്ത്, അതിലെന്ത് ആത്മാർത്ഥത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആത്മാർത്ഥതയാണ് നോക്കുന്നത്. അപ്പം ഇതൊരു ജീവിത രീതിയാണ്. ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുക. പ്രതിഫലമൊക്കെ വിട്. പ്രതിഫലമൊന്നും നിങ്ങൾ ചോദിച്ചാലും എത്ര കിട്ടും, എത്ര ചോദിക്കും? നമ്മളെ കൈയിൻ്റെ അളവ് എത്രയാണ്? പ്രൈസ് ദി ലോർഡ്. ചെറിയ കുഞ്ഞ് നീ എന്ത് വേണമെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് എല്ലാം ഉണ്ട്. അതിനെ കൊണ്ട് വിട്ട് കഴിഞ്ഞാലും അതിനെന്ത് എടുക്കാൻ സാധിക്കും? കയ്യിൽ കൊള്ളുന്നതെല്ലാം എടുക്കും. 4 ചോക്ലേറ്റ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അച്ഛൻ പറയാം, ഞാൻ നിനക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ പാർസലും മൊത്തം ആവശ്യമുള്ളതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് തരും നമുക്ക്. പ്രൈസ് ദി ലോർഡ്. പലവരും സമയം കളയുക നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ച്. നിങ്ങൾ ചോദിക്കേണ്ടത്, എനിക്ക് നീയുണ്ട്, പക്ഷേ നിന്നെ അറിയാത്തവർക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദൈവമേ, അവർ നിന്നെ അറിയണം. അവർക്ക് രോഗമാണ്, എനിക്ക് അതേ രോഗമുണ്ട്, പക്ഷേ എനിക്ക് നീയുണ്ട്, എനിക്ക് നിന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം സാധിക്കാത്തത് ഞാൻ പറഞ്ഞത് ആദ്യം പുഷ് ചെയ്യുക. ഡ്രെയിനായിപ്പോയത് ബാറ്ററി റീചാർജ് ചെയ്യാൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. തുടങ്ങി വയ്ക്കുക. നിങ്ങൾ നോക്കിക്കോ, ബൈബിൾ വായിക്കാൻ തോന്നിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് തുടങ്ങി നോക്ക്, അടുത്ത പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണ്. പിന്നെ അത് വേറെ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് അത് രീതി വേറെയാണ്. ബൈ ഫോഴ്സ് വായിക്കുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്തു നോക്ക്. ഇത് ലൈഫിൻ്റെ ഒരു പാർട്ടായി പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ഇതിലെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പ്രശ്നം
ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തത്, പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നത്. അതാണ് ഈശോ ഈ ലൂക്ക 18:1 പറയണത്. നീ തളർന്നു പോകാതിരിക്കാൻ, വിധവയുടെ ഉപമയിൽ ആദ്യം പറയണം, നീ തളർന്നു പോകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ തളർന്നു പോകാതിരിക്കാൻ എന്ന് വെച്ചാൽ ഡ്രെയിനായി പോകാതിരിക്കാൻ, ചാർജ് പോകാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ബൈ ഫോഴ്സ്. ഒരു പ്രാവശ്യം ഡ്രെയിൻ ഔട്ടായി, നമുക്ക് സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കില്ല, ഉറക്കം തന്നെ. എപ്പോഴാണ് ഉറക്കം തന്നെ അപ്പോൾ എണീച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുദപിച്ചുകൊണ്ട് എനിക്ക് യോഗ്യതയില്ല ദൈവമേ. അതുപോലെ ഒരു കൊന്ത ചൊല്ലും, 15 മിനിറ്റ് മതി. പക്ഷെ അത് ഒരു കൊന്ത അപ്പം ചൊല്ലണം. അത് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. ഇല്ല, ഇത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിൽക്കുക, അപ്പോൾ നിങ്ങൾക്ക് ചൊല്ലാതായി. ഇവിടെ ഞാൻ നിൽക്കും, ഒരു കൊന്ത ചൊല്ലിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ പോകും. ഇല്ല, ഇവിടെ നിന്ന് എണിക്കണമെങ്കിൽ എന്ത് ഉറക്കം വന്നാലും 5 മണിക്കൂറായാലും ഈ കൊന്ത തീർത്തിട്ട് ഞാൻ എണിക്കും. ഒരു തീരുമാനം എടുക്കുക. അത് ചാർജിങ് ആണ്. പ്രൈസ് ദി ലോർഡ്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷമവും നിങ്ങളെ മാറും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതിലുള്ള ബോധ്യത്തിൻ്റെ കുഴപ്പമില്ലായിരിക്കും. ബോധ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും, ഇപ്പോൾ ഞാൻ കൈവക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൈവക്കും. എല്ലാ സങ്കടങ്ങളാണ്. എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് നിയോഗം എഴുതിയാലും സങ്കടങ്ങളുണ്ട്. അത് എപ്പോൾ എങ്ങനെ വരും, അതിങ്ങനെ ക്യൂല് മനസ്സിലിങ്ങനെ പതിഞ്ഞിരിക്കും. ഞാൻ പറയും, ഒരു പേപ്പർ കൊടുത്തിട്ട് ഒറ്റ സങ്കടം മാത്രം എഴുതുക, അത് മാറുമെന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ആവും ഞങ്ങൾ. ഏത് എഴുതണം? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറേ ഒറ്റ സങ്കടമായിട്ട് എഴുതാൻ സാധിക്കും. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യൂവാ. ചിന്തിച്ച് നോക്കിയാൽ സങ്കടം. ഭർത്താവിനെക്കുറിച്ച് ഓർത്ത സങ്കടം, ഭാര്യയെക്കുറിച്ച് ഓർത്ത സങ്കടം, മക്കളെക്കുറിച്ച് ഓർത്ത സങ്കടം, വീട്, ബിസിനസ്, എല്ലാത്തിനെക്കുറിച്ചും സങ്കടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നീ എപ്പോഴും സന്തോഷിച്ചിരിക്കണമെന്ന്. അത് ദൈവം ഒരു ഓപ്ഷൻ പറഞ്ഞൊന്നുമില്ല. സന്തോഷിച്ചിരിക്കുന്നത് കൽപ്പനയാണ്. നീ സന്തോഷിച്ചിരിക്കുക എപ്പോഴും. 1 തെസ്സലോനിക്ക 5:16-17 എപ്പോഴും പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ സന്തോഷമായിട്ടിരുന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഡ്രെയിൻ ഔട്ടായി പോകുന്നത്, ചാർജ് പോകുന്നത്, പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം സങ്കടമാണ്. പല കാര്യങ്ങൾ, ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ്. ഉടമ്പടി സന്തോഷത്തിലെടുക്കേണ്ടതാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ ജീവിതം ഭൂമിയിൽ ജീവിക്കുക ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക. സ്വർഗം എന്താ? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് സ്വർഗം. അത് ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് മനസ്സിലാക്കാതെ, ബോധ്യമില്ലാത്തതുകൊണ്ടാണ് എന്തിനാ നമുക്ക് സങ്കടം പിന്നെ. സങ്കടം വന്നാൽ അപ്പം അത് സന്തോഷമായിട്ട് മാറ്റാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടാൽ ഞാൻ നല്ലൊരു ടിപ്സ് പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കടം മനസ്സിൽ ഓർത്ത് വെച്ച് ഇപ്പം അത് സന്തോഷമായിട്ട് മാറ്റാൻ പറ്റും. ഇത് മാജിക്കൊന്നുമില്ല, വചനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സങ്കടം? എന്താ പിന്നെ സങ്കടം എന്ന് പറയണത്? എന്താ നമ്മുടെ മനസ്സിൽ സങ്കടം തന്നെ? എന്താ? എൻ്റെ ഇഷ്ടത്തിന് എതിരെ സംഭവിക്കുന്നതെല്ലാം സങ്കടമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇഷ്ടത്തിന് എതിരെ സംഭവിക്കുന്ന എല്ലാ സങ്കടമാണ്. എനിക്ക് ബിസിനസ്സിൽ നഷ്ടം വന്ന്, ബിസിനസ്സിൽ എപ്പോഴും ലാഭമായിരിക്കണം. എൻ്റെ ഭർത്താവ് എനിക്ക് അംഗീകാരം തരണം, എല്ലാ കാര്യവും എന്നോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ടേ തീരുമാനം എടുക്കാവൂ. എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് വന്നിരിക്കണം, നിനക്ക് സുഖമാണെന്ന് ചോദിക്കണം, നീ ഇത്രയും ജോലി ചെയ്യരുതെന്ന് പറയണം, ഇല്ല നമ്മളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഭാര്യ. അതൊന്നും ഭർത്താവ് ചെയ്തില്ലെങ്കിൽ അത് സങ്കടമാണ്. നമ്മളെ ഇഷ്ടം അതാണ്. അതിൻ്റെ എതിരെ ഭർത്താവിന് ഭാര്യ ഒന്നും തിരിച്ച് സംസാരിക്കരുത്, എപ്പോഴും ബഹുമാനത്തോടെ സംസാരിക്കണം. അതിനെതിരെ സംഭവിച്ചാൽ സങ്കടമാണ്. മക്കൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാവും, അതിൽ കുറച്ച് പാടില്ല.
അതിൽ കുറച്ചായി കഴിഞ്ഞാൽ അതാണ് നമ്മളെ ഇഷ്ടം. അതിനെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ സങ്കടമാണ്.